കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒന്നാമത് ജില്ലാ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സെപ്റ്റംബർ 28 ദുബൈയിൽ തുടക്കം കുറിക്കും. ഒക്ടോബർ 19 മുതൽ 4 ഞായറാഴ്ചകളായി കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊച്ചി, ട്രാവൻകൂർ എന്നീ ജില്ലാ ടീമുകളുടെ പ്രാതിനിധ്യത്തോടെയാണ് 11 ഫോർമാറ്റിൽ ജില്ലാ ലീഗ് നടത്തുന്നത്. മുഹമ്മദ് റാഫി അടക്കം പ്രമുഖരായ മുൻ ഇന്ത്യൻ താരങ്ങളുടെ പങ്കാളിത്തം ടൂർണമെൻറ്റിന് പകിട്ടേക്കും. ജൂലൈ 24 രൂപീകരിച്ച KMFA 40 കഴിഞ്ഞ ഫുട്ബോൾ കളിക്കാർക്കും ഫാൻസിനുമുള്ള സംഘടനയാണ്. നിലവിൽ വനിതകളടക്കം 600-ൽ പരം മെമ്പർമാരുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 05592777077 052133738 മാരുള്ള ഒരു സംഘടനയായിട്ട് ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് KMFA, കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ. ഇപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഡിസ്ട്രിക്ട് ലീഗ്. ഈ വരുന്ന ഞായറാഴ്ച കിക്ക് ഓഫാണ്. ഡിസ്ട്രിക്ട് ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ KMFയുടെ ആഭിമുഖ്യത്തിൽ KMFയിൽ പെട്ടുള്ള മെമ്പർമാർ പ്രതിനിധീകരിച്ചിട്ടുള്ള 8 കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 8 ജില്ലകളെ അഭിമുഖീകരിച്ചുകൊണ്ട് 11 ഫോർമാറ്റിൽ നടത്തുന്ന ഒരു ഡിസ്ട്രിക്ട് ലീഗാണ് ജില്ലാ തലത്തിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഈ ജില്ലാ തലത്തിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ മറ്റുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫോർമർ ഇന്ത്യൻ പ്ലെയേഴ്സായിട്ടുള്ള മുഹമ്മദ് റാഫി അടക്കം പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. കാസർഗോഡിന് വേണ്ടി അദ്ദേഹം കളിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സർപ്രൈസിംഗ് ആയിട്ട് പല ജില്ലകളും പല പ്രമുഖരായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷം തോന്നി. പക്ഷേ അവരൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച 28 അലൈൻ റോട്ടിലുള്ള റഗ്ബി സെവൻസിലാണ് ഇതിൻ്റെ കിക്ക് ഓഫ്. ഈ ഒരു അവസരത്തിൽ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും, പ്രത്യേകിച്ച് 40 കഴിഞ്ഞിട്ട് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ ഇവിടെ അവസരമില്ല എന്ന തോന്നലുകളൊക്കെ ഉള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളെയും, UAE-യിലുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഈ ഒരു അവസരത്തിൽ നമ്മൾ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് KMFA. ഇതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിൻ്റെ 150-ൽ പരം ലേഡീസ് ഇതിൻ്റെ മെമ്പർമാരായിട്ടുണ്ട്. ആ ഒരു മെമ്പർഷിപ്പും സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു വർഷം പിന്നിട്ടുള്ള ഈ KMFയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരിക്കൽ കൂടി അതിൻ്റെ പ്രമുഖരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇവൻറ്റിലേക്ക് നമ്മൾ നിങ്ങളെ സഹർഷം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന 28 മുതൽ കിക്ക് ഓഫാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 4 ഞായറാഴ്ചകളിലായിട്ട് എല്ലാവർക്കും കളി കാണാനും ആസ്വദിക്കാനുമുള്ള സൗകര്യാർത്ഥം ഞായറാഴ്ചകളിലാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. KMFA മെമ്പേഴ്സിനകത്ത് ഒരു 200ഓളം പേര് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. കാരണം ഈ ആളുകളെല്ലാം നമ്മുടെ കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സംഘടന ഇവിടെ തുടങ്ങിയതിന് ശേഷം ഇവരെല്ലാം നിരന്തരമായ എല്ലാ ആഴ്ചകളിലും ഗ്രൗണ്ടിൽ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്നു. അത് ഈ KMFയുടെ ഒരു ഉദ്ഘാടനത്തോടു കൂടിയാണ് അത് സജീവമായത്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. പ്രായഭേദമന്യേ ഫുട്ബോളിനെ പ്രേമിക്കുന്ന, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരും ആ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്കും ഒപ്പം തന്നെ മത്സരങ്ങൾ കാണാനും അവിടെ എത്തണം. എന്നിട്ട് നമുക്കൊരു ആഘോഷമായിട്ടുള്ള ടൂർണമെൻ്റ് ആക്കി ഇതിന് മാറ്റണം. ഇതിനോട് സഹകരിച്ചിട്ട് നമ്മുടെ മീഡിയ പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ള NTVയോട് ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. NTV UAE to the world.